ഇനി ചൂടുന്നതിൽ ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ. സാനോ സാർ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങളിന്ന് രക്ഷപ്പെടുത്താം. ചുരമല്ല എവിടെയാണ്? ചുരമ്പല സ്കൂളിന്റെ അവിടെ മേലേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. ആണോ? വീട്ടിലൊക്കെ വെള്ളമാണ്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് നിങ്ങളൊന്ന്. ലോകത്തെ ആദ്യമായി ദുരന്ത വിവരം അറിയിച്ച നീതു എവിടെ? ആർക്കും അറിയില്ല. നൊമ്പരമായി ഈ ഒരു ഫോൺ സംഭാഷണം എന്നൊരു തലക്കെട്ടോടുകൂടിയാണ് ന്യൂസിലും ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നീതു ഒരു നേഴ്സാണ്. നീതുവിനെ കുറിച്ച് ഒരു വിവരം, നീതുവാണ് ഈ ഒരു ഇത് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ഇതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. ഹലോ, നീതുവാണ്. നീതുവാണ്. ഇനി ചൂടുന്നതിൽ ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ. സാനോ സാർ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങളിന്ന് രക്ഷപ്പെടുത്താം. ചുരമല്ല എവിടെയാണ്? ചുരമ്പല സ്കൂളിന്റെ അവിടെ മേലേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. ആണോ? വീട്ടിലൊക്കെ വെള്ളമാണ്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് പറ. അപ്പോൾ നീതു ഒരു ഹോസ്പിറ്റലിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലെ ജീവനക്കാരിയാണ് എന്നാണ് അറിയുന്നത്. കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. നീതു ആരാണ്, എന്താണ്, ചിലവർ കമൻസിലും കാര്യത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു നീതു നിംസ് ഹോസ്പിറ്റലിലെ നേഴ്സാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നീതു ആണ് എന്ന് പറയുന്നുണ്ട്. നീതുവിനെ അറിയുന്ന ഒരാളാണ് മറുതലക്കിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ധൈര്യത്തോടുകൂടി വിളിക്കുന്നതും ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നതും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ വ്യക്തി തന്നെ നീതുവിനെ തിരിച്ചു വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭാഷണം കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വീട്ടിലുണ്ട് വെള്ളമാണ്. എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ എത്തിച്ചു. ഇനി അറിയില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അല്ല പിന്നെ ഇനി പൊട്ടിയ ഞങ്ങളൊക്കെ പോകും. സ്ഥലം എവിടെയാ നിങ്ങള്? ചൂരമല ഹൈസ്കൂൾ റോഡ്. ഇപ്പം നിങ്ങളെല്ലാരും എവിടെയാ ഉള്ളത്? ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. പക്ഷെ അകത്തൊക്കെ വെള്ളമാണ്. താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പച്ചാതി വെള്ളമായിരുന്നു. അല്ല മോളെ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്താണോ ഉള്ളത്? അതെ അതെ അതെ. എവിടെ? സ്കൂൾ എങ്ങനെയാണോ? സ്കൂളിന് ഇച്ചിരി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളുടെ വീട്ടിലാണുള്ളത്. അല്ല, നിങ്ങൾ എന്തിനാ വീട്ടിൽ പോയാ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നാ പോരെ? അങ്ങനെയല്ല. അതായത് ഞങ്ങളുടെ വീട്ടിലാണ്. ഞങ്ങളുടെ വീടിന്റെ പുറകെ കൂടെയും സൈഡിൽ കൂടെയാണ് വന്നത്. അപ്പൊ താഴെയുള്ള വീടുകളിലുള്ളവരൊക്കെ ഇപ്പൊ കുറെ പേര് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് രക്ഷപ്പെട്ട്. അപ്പൊ എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ശരി. അത് ഇനിയിപ്പോ അവിടെ മുകളിൽ നിന്ന് പൊട്ടാനുള്ള സാധ്യത അങ്ങനെയുള്ള കുന്നം മലകൾ ഉള്ളതാണോ? ഇതിപ്പോ മുണ്ടക്കൈന്റെ എവിടുന്നോ പൊട്ടി വന്നത്, വഴിമാറി വന്നതോ. അവിടെ പൊട്ടിയിട്ടുണ്ട്. വഴികളും ബ്ലോക്കും കാര്യങ്ങളും ആണ് ഇപ്പൊ നിലവില്. ഒരു ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ശരി ശരി. നിങ്ങളെ പാനിക്കാവാതെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവിടെ. എല്ലാരും ഉണ്ട്. ഞങ്ങൾ എല്ലാരും അറിയിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരട്ടെ എന്ന് വിചാരിച്ചു. അവിടുത്തെ മെമ്പർ ആരാണ്? നൂറുദ്ദീൻ. അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? അപ്പുറത്തുള്ള ആള് റിലാക്സ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ആ ഒരു കുട്ടി മരണത്തെ മുന്നിൽ കണ്ടിട്ടാണ് വിളിക്കുന്നതും സംസാരിക്കുന്നതും. അപ്പോൾ അപ്പുറത്തുള്ള ആള് ചോദിക്കുന്നത് മെമ്പറിനെ വിളിച്ചോ, നിങ്ങൾ സേഫാണോ, മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കൂടെ, അപ്പോൾ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ എല്ലാവരും സമാധാനത്തിൽ നിൽക്കുക. എന്താ പറയുക, ഏത് ഭാഗത്തു നിന്നാണ് ഉരുൾപൊട്ടി വെള്ളവും ചളിയും എല്ലാം കൂടെ വരുന്നത് എന്നറിയാത്തൊരവസ്ഥയിലാണ് നീതുവും കുറച്ച് ആളുകളും നിൽക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തേണ്ട ആ ഒരു ഇതിൽ ഇയാൾ ഫോൺ സംഭാഷണം പതുക്കെ സമാധാനത്തിൽ ആശ്വസിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഏത് ഭാഗത്തു നിന്നാണ് ഉരുൾപൊട്ടി വരുന്നത് എന്നൊന്നും അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ നീതു പറയുന്നുണ്ട് താഴെയുള്ള ആളുകളൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ്, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണം, രക്ഷിക്കണം. അപ്പോൾ അയാൾ ചോദിക്കുന്നത് പഞ്ചായത്ത് മെമ്പറിനെയൊക്കെ വിളിച്ചു. നമ്മൾ എന്താ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും രക്ഷിക്കാൻ വരുന്ന ആരെങ്കിലും നമ്പർ, ആദ്യം ആരുടെ നമ്പറാണോ കാണുന്നത് അവരെയാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത്. അപ്പോൾ ഇയാൾ ഇങ്ങനെയുള്ളതൊക്കെ സംസാരിക്കുമ്പോൾ ആ മോളുടെ ആ മാനസികാവസ്ഥ അപ്പോൾ എന്തായിരിക്കില്ലേ, ഭയങ്കര ഇതായിരിക്കും. നമ്മൾ അത്രയും പേടിയോടുകൂടി ആ മോളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം ആ മോള് പേടിച്ച് ഇതായിട്ടാണ് നിൽക്കുന്നത് എന്ന്. ഭയങ്കര പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്. എന്താ ചോദിച്ചാൽ ചുറ്റും വെള്ളവും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഭയങ്കരമാണ്. അപ്പോൾ അത് നേരിട്ട് കണ്ട് ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ വരട്ടെ, ഇത്രയും ആളുകളുണ്ടല്ലോ, അപ്പോൾ ആരെങ്കിലുമൊക്കെ രക്ഷിക്കാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരാളെ വിളിക്കുന്നത്. അപ്പോൾ അയാൾ വിശേഷങ്ങളും ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട്, അപ്പോൾ നിങ്ങൾ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ അവിടെ നിന്നോ, അവിടെ തന്നെ നിൽക്കുന്നൊക്കെ പറയുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ.
അപ്പോൾ ബാക്കി കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. ഞങ്ങളുടെ വീടാണ് ഇപ്പൊ സേഫ് ആയിട്ട് തൽക്കാലത്തേക്കുള്ളത്. വേറെ ഇങ്ങോട്ട് ഞങ്ങൾക്ക് മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റൂല, മണ്ണും ചെളിയാണ്. എവിടുന്നൊക്കെയോ വണ്ടികൾ ഒഴുകി മുറ്റത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് തൽക്കാലം എവിടേക്ക് ഞങ്ങൾക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എന്തായാലും ഒന്ന് പറഞ്ഞു. ശരി ശരി, ഞങ്ങൾ പരമാവധി അവിടെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഇവിടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഞങ്ങള് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലായതുകൊണ്ടാണ് അവിടേക്ക് വിളിച്ചത്. സാറെ വിളിച്ചിട്ടുണ്ട്. സാറെന്നെ വിളിച്ചിരുന്നു, സാറെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരി, ഞങ്ങളെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം നീതു എവിടെ എന്താണെന്നൊന്നും അറിയാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ചിലവരൊക്കെ കമൻറ്റിലും കാര്യത്തിലൊക്കെ പറയുന്നത് നീതു ഒഴുകിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നീതുവിൻ്റെ ഉണ്ടായിരുന്നവരൊക്കെ പറയുന്നത് നീതു ഒഴുകിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ സത്യാവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ 1 മണിക്കാണ് ആദ്യത്തെ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത്. ആ ഒരു സമയത്താണ് നീതു വിളിക്കുന്നത്. അപ്പം തന്നെ എന്തെങ്കിലും ഒരു നടപടി എടുത്തതാണെങ്കിൽ, കുറച്ച് പേരെ മാറ്റിയതാണെങ്കിൽ കുറച്ചെങ്കിലും ഒരു രക്ഷാദൗത്യം നടക്കുമായിരുന്നു, കുറച്ച് പേരെങ്കിലും രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അർജുനെ കുറിച്ച് തന്നെ കർണാടക സർക്കാർ ആദ്യം ചെയ്തത് എന്തായിരുന്നു? ആദ്യം രക്ഷാപ്രവർത്തനം അതിവേഗത്തിലാക്കിയതാണെങ്കിൽ നമ്മുടെ അർജുൻ ഇന്ന് തിരിച്ച് കിട്ടിയിട്ടുണ്ടാകും, ജീവനോട് തന്നെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അർജുനും എവിടെ എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ നീതും ആദ്യമായിട്ട് ലോകത്തെ അറിയിച്ച നീതുവിനെ കുറിച്ചും ഒരു വിവരവും ഇല്ല എന്നാണ് പറയുന്നത്. ആദ്യം ഉരുൾപൊട്ടൽ 1 മണിക്ക് സംഭവിക്കുന്നു, പിന്നെ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ 3 മണിക്കാണ് സംഭവിക്കുന്നത്. പിന്നെ രക്ഷാപ്രവർത്തനം 5 മണിയോടുകൂടിയാണ് നടക്കുന്നത്. ആ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാരും അതുപോലെ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ട ആളുകളും പറയുന്നുണ്ട്, ഞങ്ങൾ എന്താ പറയുക, മരത്തിലും കമ്പിലും അതുപോലെ ഫാനിലും കമ്പിയിലും അവിടെ ഇവിടെയൊക്കെ തൂങ്ങി നിന്നൊരു അവസ്ഥയായിരുന്നു. അത്രയും ഫോഴ്സോട് കൂടിയാണ് വെള്ളം വരുന്നത്. അപ്പം ഈ ഒരു രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇതിൽ നിൽക്കുന്ന സമയത്ത് രക്ഷിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വിളിച്ച് പറയുമ്പോൾ അവർ സമാധാനത്തോടെ ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം നടത്താതെ അവർ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തതാണ് എങ്കിൽ ഇപ്പോൾ നീതുവിനെ നമുക്ക് തിരിച്ച് കിട്ടിയത്. ഇപ്പോൾ നീതു എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല, ആർക്കും അറിയില്ല, ഒഴുകിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്, ഒരു വിവരവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രക്ഷാദൗത്യത്തിന് കുറച്ചൊക്കെ ഒരു സ്പീഡപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ അർജുനെ കുറിച്ചും ഇപ്പോൾ ഇന്ന് വരെ ഒരു വിവരവും ഇല്ല. ഇപ്പോൾ അന്വേഷണം നിർത്തിവെച്ചിരിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും നീതുവും അതുപോലെ തന്നെ അർജുനും ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് ഒരിക്കലും രക്ഷാദൗത്യം നടന്നില്ല എന്നൊന്നും അല്ല കേട്ടോ. ആ കൃത്യസമയത്ത് 5 മണിക്ക് അവർ എത്തിയത് കൊണ്ട് മാത്രമാണ് കുറേ പേരെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നീതു ആരെയാണ് വിളിച്ചത് എന്താണ് എന്നൊന്നും അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ വിളിച്ച ആൾ തന്നെ നീതുവിനെ രക്ഷിച്ചോ എന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ ഞാനിങ്ങനെ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അല്ലാതെ രക്ഷാദൗത്യം നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. അവർ ആ ഒരു 5 മണിക്കെങ്കിലും എത്തിയത് കൊണ്ട് മാത്രമാണ് കുറേ പേരെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞത്. ഞാൻ രക്ഷാദൗത്യത്തിനെ അല്ല പറയുന്നത്, എന്താ പറയുക, ആ വിളിച്ച ആൾ ആരാണോ എന്താണ് എന്നൊന്നും നമുക്ക് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അറിഞ്ഞാൽ മാത്രമാണ് നീതു ജീവിച്ചിരിപ്പുണ്ട് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കുറേ ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നീതു ജീവനോടെ ഉണ്ടോ, ആരെയാണ് വിളിച്ചത് എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് രക്ഷപ്പെട്ടവർ ഒരുപാട് പറയുന്നുണ്ട്, ഇവർ കൃത്യസമയത്ത് എത്തിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. 3 മണിക്ക് 2 മണിക്ക് 1 മണിക്കും എല്ലാം ഉരുൾപൊട്ടിയ ആ സമയത്ത് 5 മണിക്ക് ആ പാലും എല്ലാം ഒലിച്ചു പോയ ഒരു ഇതാണ്. എന്നിട്ട് പോലും രക്ഷാദൗത്യം 5 മണിയാകുമ്പോഴേക്ക് രക്ഷിക്കാൻ വേണ്ടി കുറേ ആളുകൾ വന്നു, അവരെയൊക്കെ രക്ഷിച്ചു. അതുകൊണ്ട് മാത്രമാണ് അത്രയും ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്തോന്നൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നീതുവിനെ കുറിച്ച് ഇനിയിപ്പോൾ വരും ഇതിൽ ദിവസങ്ങളിൽ അറിയാമായിരിക്കും. ചിലപ്പോൾ ജീവനോടെ ഉണ്ട് എന്താണെന്നൊന്നും അറിയില്ല. വരും ദിവസങ്ങളിൽ നീതുവിനെ കുറിച്ച് അറിയാമായിരിക്കും. നീതു ഒഴുകിപ്പോയി എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നീതു തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെ ഇരിക്കാം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.